ഹലോ. ഓക്കെ, അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ മൂന്നാമത്തെ മാച്ച് ഗ്രൂപ്പ് സ്റ്റേജ് ബി, ഗ്രൂപ്പ് ബിയിൽ നിന്നും കാനഡ വേഴ്സസ് ബോസ്നിയ ആയിരുന്നു. അത് 1-1 ഡ്രോയായി. ആദ്യം സ്കോർ ചെയ്തത് ബോസ്നിയയ്ക്ക് വേണ്ടിയിട്ട് ലൂക്കിച്ചായിരുന്നു. ലൂക്കിച്ച് 21-ാം മിനിറ്റിലൊരു സെറ്റ് പീസിലൂടെയാണ് ആദ്യത്തെ ഗോള് അടിച്ചത്. ഗംഭീര ഗോളായിരുന്നു. ആദ്യത്തെ ഗോൾ വരുന്ന 20 സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്കിന് കുറച്ച് 1 മിനിറ്റിന് മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡ ഭയങ്കര പ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 9 കോർണേഴ്സാണ് മൊത്തം അവർ വിൻ ചെയ്തത്. അത്രയും ഹൈ പ്രസ്സിങ് ചെയ്യും, അത്രയും പ്രഷറിൽ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഹോം ഗ്രൗണ്ടാണ് ടൊറാൻഡോയിൽ. സോ 90% അവരുടെ ആൾക്കാരാണ്. സോ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ കളി തോക്കുകയായിരുന്നെങ്കിൽ അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പ്രോഗ്രസ് ചെയ്താൽ അവർക്ക് പിന്നെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല, അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടില്ല. അവർ മെക്സിക്കോയിലോ അല്ലെങ്കിൽ USA കളിക്കേണ്ടി വരും. സോ അവർക്ക് ഈ ഡ്രോയെങ്കിലും വേണമെന്നുള്ള മൈൻഡാണ് അവർ കളിച്ചത്. അങ്ങനെ ബോസ്നിയ 1-0 ഹാഫ് ടൈം ആകുമ്പോഴും ലീഡ് ചെയ്യുമായിരുന്നു. 75-ാം മിനിറ്റിൽ ലാരിൻ ആണ് സബ് ഇറങ്ങി വന്നത്. പുള്ളിയുടെ ഒരു ഗംഭീര ഷോട്ട്, ഒരു ടേൺ ഉണ്ട്. പുള്ളി ഗോൾ അടിക്കുന്നതിന് മുമ്പ് ആ ഒരു ടേണിലാണ് ആ ഡിഫൻഡർ ബീറ്റനായിട്ട് ഗോൾ കയറി, സിമ്പിൾ ഗോൾ. അതേപോലെ കുറേ ചാൻസസ് ഉണ്ടാക്കി. 2 ഗോൾ ലൈൻ സേവായിരുന്നു ക്യാപ്റ്റൻ കാറ്റിച്ച്. ഗംഭീര 2 ഗോൾ, അല്ലെങ്കിൽ കാനഡ ജയിച്ച് വീട്ടിൽ പോയാനെ. സോ അയാൾക്ക് പിന്നെ മസിൽ പുള്ള് വന്നിട്ട് പുള്ളി ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി. ഗംഭീര കളിയായിരുന്നു. സോ അതൊക്കെയാണ് സംഭവിച്ചത്. ബോസ്നിയയുടെ ഫിസിക്കൊന്നും പറയാനില്ല, ഒരാകാര ബാഹുകൾ കുറേ ആൾക്കാർ. 90 മിനിറ്റ്സ് കഴിഞ്ഞ് ഇഞ്ചുറി മിനിറ്റ് 6 മിനിറ്റായിരുന്നു. ആ ആഡ് ഓൺ ടൈമിൽ 6-ാമത്തെ മിനിറ്റിൽ അവർക്കൊരു സുവർണ ചാൻസ് കിട്ടി, ഒരു ഗംഭീര ചാൻസ്. പക്ഷെ അപ്പോഴത്തേക്കും ഡബിൾ ബ്ലോക്ക് 2 ഡിഫൻഡേഴ്സാണ് ബോസ്നിയയുടെ വന്നിട്ട് കാല് വെച്ച് പോയത്. അല്ലെങ്കിൽ ഒരു സൂപ്പർ ഗോളാണ്. കളിയുടെ കൺട്രോൾ മൊത്തം കാനഡയുടെ കയ്യിലായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പൊസഷൻ 60% കാനഡയിലായിരുന്നു. 390 പാസസാണ് കാനഡ ചെയ്തത്. സോ ആരാണ് വ്യക്തമായ പൊസഷൻ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ പൊസഷൻ കൊണ്ട് കളിയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ കാനഡ ആയിരുന്നു. ഇവർ ഫസ്റ്റ് ഗോളിന് ശേഷം ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡിലോട്ട് പോയി. ആ സമയത്ത് തന്നെ അവരുടെ ഞാൻ പറഞ്ഞ ഫിസിക്ക് വെച്ചിട്ട് കുറച്ചും കൂടെ പ്രസ് ചെയ്തിരുന്നെങ്കിൽ കാനഡ ഫസ്റ്റ് ഹാഫിൽ തന്നെ അണ്ടർ പ്രഷർ കളിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഒരു ഗോളും കൂടെ ചാൻസ് വന്നേനെ. 2 യെല്ലോ കാർഡ്സ് കാനഡയ്ക്കും 3 യെല്ലോ കാർഡ് ബോസ്നിയയ്ക്കും ഉണ്ട്. ഇന്നെന്തായാലും റെഡ് കാർഡൊന്നും വന്നില്ല. അതൊക്കെയാണ് കളിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ മാച്ച് 6:30 മാച്ച് USA വേഴ്സസ് പരാഗ്വേ ആണ്. അതിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് പരാഗ്വേ ജയിക്കുന്നതാണ്. 3-1 3 ഗോൾ പരാഗ്വേ, 1 ഗോൾ USA. എൻ്റെ പ്രഡിക്ഷൻ അതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.